ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ലോങ് ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പർദ്ദ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്, അതുകൊണ്ട് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന അത്യാവശ്യം കട്ടിയുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ടോപ്പ് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 20 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് തുണി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് 20 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടും ഒന്ന് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുമാണ്. ഇനി ഈ തുണിയെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ടോട്ടൽ 50 ഇഞ്ച് ലെങ്ത്തുള്ള ഡ്രസ്സാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇവിടെ നിന്നും ഇങ്ങോട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ അളവ് 10.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി വരച്ചെടുക്കണം. ഇനി ഇവിടെ വേസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ വേസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റും ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഡെപ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇനി ബാക്ക് നെക്ക് ഡെപ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നേരത്തെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ 1/2 ഇഞ്ചിലേക്ക് ഷോൾഡർ സ്ലോപ്പാക്കി വരച്ചെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തെടുത്ത ഭാഗത്തൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പാർട്ടിനെ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും ബാക്ക് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സ്കേർട്ട് പാർട്ട് 2 ലെയറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ലെയർ അത്യാവശ്യം ലെങ്ത്തുള്ള തുണിയും സെക്കൻഡ് ലെയർ 7 ഇഞ്ച് ലെങ്ത്തുള്ള തുണി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 50 ഇഞ്ച് ലെങ്ത്തുള്ള ഡ്രസ്സാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നും 19 ഇഞ്ച് ടോപ്പ് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ 50-ൽ നിന്ന് 19 ഇഞ്ച് കുറച്ചാൽ 31 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 31 ഇഞ്ചിൽ നിന്നും സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് മൈനസ് ചെയ്താൽ 24 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് 24 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് 25 ഇഞ്ച് ലെങ്ത്തുള്ള തുണി എടുക്കണം. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച് സെക്കൻഡ് ലെയറുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ഈ തുണിയുടെ വീതി എടുത്തിരിക്കുന്നത് 44 ഇഞ്ചാണ്. ഇതേ അളവിലുള്ള 2 പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഫ്രണ്ട് പാർട്ടിനും ഒന്ന് ബാക്ക് പാർട്ടിനുമാണ്.
ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 8.5 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും 1 ഇഞ്ച് ഫസ്റ്റ് ലെയറുമായിട്ട് ഈ സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി എത്രയും തുണിയിൽ നിന്ന് കിട്ടോ അത്രയും എടുക്കുക. ഒറ്റ പീസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ 1-2 പീസ് തുണി ജോയിൻ ചെയ്തെടുത്ത് ഒറ്റ പീസാക്കി എടുക്കാം. ഈ സെക്കൻഡ് ലെയറിൽ നല്ലതുപോലെ ഫ്രില്ല് വരും, അതുകൊണ്ടാണ്. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ തുണി 4ആയിട്ട് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. സ്ലീവിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോർണറിൽ നിന്നും ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ലൈനിലേക്ക് ടാപ്പ് ഇതുപോലെ സ്ലോപ്പാക്കി വെച്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ പകുതി 5 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചിട്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. സ്ലീവ് ഓപ്പണിങ് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കൈ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ലെങ്തായി പോകുന്നത് കൊണ്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.